അപ്പൊ സാധാരണ എല്ലാ ഓർണമെന്റൽ ഫിഷസും ബ്രില്യൻ കളേഴ്സ് ഉള്ളതല്ല. ബ്രില്യൻ കളേഴ്സ് ഇല്ലാത്ത ഓർണമെന്റൽ ഫിഷസും ഉണ്ട്. ഒരുപാട് ആളുകൾക്ക് അങ്ങനെയുള്ള ഫിഷസും ഇഷ്ടമാണ്. അപ്പൊ അവർ അങ്ങനെ അത്തരം ഫിഷുകളെയും ഓർണമെന്റൽ പർപ്പസിന് വേണ്ടി സൂക്ഷിക്കാറുണ്ട്. സാധാരണ നമ്മുടെ ഫ്രഷ് വാട്ടർ ഓർണമെന്റൽ ഫിഷസ് മിക്കവാറും ആളുകൾ അക്വേറിയത്തിൽ വളർത്തുന്നത് അട്രാക്റ്റീവ് ആണ്. നമ്മൾ പറഞ്ഞു വളരെ കളർഫുൾ ഫിഷസും ഒരുപാട് ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉള്ളതുമാണ്. പെറ്റ്സ് ആയിട്ട് സാധാരണ അക്വേറിയത്തിലും ഗാർഡൻ പൂളിലും ഒക്കെയാണ് വളർത്തുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു പെക്യൂലിയർ ആയിട്ടുള്ള കുറെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ടാവും ഇവർക്ക് പലർക്കും. അപ്പം പെക്യൂലിയർ എന്ന് പറയുമ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിൻസോ അല്ലെങ്കിൽ അതിന്റെ ബോഡി കളറോ ബോഡിയുടെ ഷേപ്പോ മറ്റുള്ള മോർഫോളജിക്കൽ പെക്യുലാരിറ്റീസോ എന്തെങ്കിലും മോഡ് ഓഫ് ഫീഡിങ് എന്തെങ്കിലും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഫിഷുകളൊക്കെ ഉണ്ടാവും. അതൊക്കെയാണ് പൊതുവെ ആളുകൾക്ക് അട്രാക്റ്റീവ്നെസ് കൂടുതൽ വരുന്നത്. പിന്നെ ഹോബിയിസ്റ്റുകൾക്ക് പൊതുവെ ഇപ്പോഴത്തെ കാലത്ത് എക്സോട്ടിക് സ്പീഷീസിനോട് ഒരു ഭയങ്കര ഇഷ്ടമുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇൻഡിജീനിയസ് സ്പീഷീസിനെ കുറിച്ച് പഠിച്ചു. അപ്പൊ അത് കൂടാതെ എക്സോട്ടിക് ആയിട്ടുള്ള സ്പീഷീസുകളും ഇപ്പോ ഒരുപാട് ഹോബിയിസ്റ്റുകളും വളർത്താൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ പലപ്പോഴും വൈൽഡില് സ്കേഴ്സിറ്റി വരും ഇങ്ങനെയുള്ള ഓർണമെന്റൽ ഫിഷുകളുടെ കേസിൽ. അപ്പൊ വൈൽഡില് സാധാരണ ഓർണമെന്റൽ ഫിഷുകളുടെ സ്കേഴ്സിറ്റി വരാൻ വലിയൊരു റീസൺ ഇതുപോലെ അക്വേറിയത്തിൽ ആളുകൾ ഇത്തരം ഫിഷുകളെ കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ നമ്മളൊരു സക്സസ്ഫുൾ അക്വേറിസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഇതിനെ കുറിച്ച് ഒരു ബേസിക് നോളജ് വേണം. ആ ഫിഷിന്റെ മോർഫോളജിയെ കുറിച്ചും ഒക്കെ ഉള്ളൊരു ബേസിക് നോളജ് നമുക്ക് വേണം. അപ്പോ ഫിഷിന്റെ മോർഫോളജി ഒന്നും നിങ്ങൾക്ക് സിലബസിൽ പഠിക്കാനൊന്നും ഇല്ല. ജസ്റ്റ് നമുക്ക് പറഞ്ഞു പോകാമേ ഉള്ളൂ. ഫിഷസ് പൊതുവെ നമുക്കറിയാം മൊയ്ക്കിലോതേർമിക് ആണ്, വാട്ടർ ഡ്വെല്ലിംഗ് ആണ്, ഗിൽ ബ്രീത്തിങ് ആണ്. അവരെ ഒരു അക്വാട്ടിക് മോഡ് ഓഫ് ലൈഫ് ഇഷ്ടമുള്ള ആളുകളാണ്. അതിൽ മാത്രമേ അവർക്ക് മെജോറിറ്റിക്കും അതിൽ മാത്രം ജീവിക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ പറഞ്ഞു ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ബോഡി ഷേപ്പ് ഉണ്ട്. ബോഡി ഷേപ്പ് എന്ന് പറയുമ്പോൾ പലപ്പോഴും മോർഫോളജി വ്യത്യാസപ്പെട്ടിരിക്കും. ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഹാബിറ്റിനനുസരിച്ചും അവരുടെ അഡാപ്റ്റേഷൻ അനുസരിച്ചും ഒക്കെ അവരുടെ ബോഡി ഷേപ്പ് എല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്ന ഫിഷുകളാണ്. പിന്നെ നമുക്കറിയാം അതിന്റെ ഹെഡ് റീജിയൻ പറയുമ്പോൾ ഓരോ സ്പീഷീസിന്റെ ഫീഡിങ് ഹാബിറ്റിനനുസരിച്ച് അതിന്റെ ഹെഡ് റീജിയൻ വ്യത്യാസപ്പെട്ടിരിക്കും, മൗത്ത് വ്യത്യാസപ്പെട്ടിരിക്കും. ഇൻസെക്റ്റിനെ ഫീഡ് ചെയ്യുന്ന ഫിഷുകളൊക്കെ ആണെങ്കിൽ അവരുടെ മൗത്ത് മുകളിലേക്ക് അപ്ടേൺഡ് ആയിട്ടിരിക്കും, സുപ്പീരിയർ ആയിട്ടിരിക്കും. മിഡ് വാട്ടർ ആയിട്ടുള്ള ഫിഷുകളാണെങ്കിൽ ടെർമിനൽ ആയിരിക്കും മൗത്ത്. അപ്പൊ അതാണ് സാധാരണ നോർമൽ ഫിഷ് മൗത്ത് എന്ന് പറയുന്നത്. പ്രഡേറ്ററി ഫിഷസ് ആണെങ്കിൽ വലിയ വൈഡ് ആയിട്ടുള്ള മൗത്ത് ഉണ്ടാവും. ഓംനിമേറസ് ഫിഷസ് ആണെങ്കിൽ അവർക്ക് സ്മോളർ മൗത്ത് ആയിരിക്കും ഉണ്ടാവുക. ബോട്ടം ഡ്വെല്ലിംഗ് ആണെങ്കിൽ പലപ്പോഴും മൗത്ത് ഇൻഫീരിയർ റീജിയനിലായിരിക്കും. അങ്ങനെ ഒരുപാട് വ്യത്യാസമുണ്ട്. പിന്നെ ബാർബൽസ് അതിലെല്ലാം വ്യത്യാസമുണ്ട്. ഫിൻസും അതുപോലെ തന്നെ സിംഗിൾ ഫിൻസ് ഉള്ള മീഡിയം ഫിൻസ് സിംഗിൾ ആയിട്ടുള്ളതുണ്ട്, പെയർഡ് ഫിൻസ് ആയിട്ടുള്ളതുണ്ട്. പിന്നെ കോഡൽ ഫിൻ അല്ലെങ്കിൽ ടെയിൽ ഫിൻ നമുക്കറിയാം, അത് പ്രപ്പൽഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഒരുപാട് എണ്ണത്തിലും സിംഗിൾ ഏനൽ ഫിൻ ആയിരിക്കും ഉള്ളത്. പിന്നെ ഡോർസൽ ഫിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫിഷിന്റെ ബാക്കിലുള്ള ഫിന്നുകളാണ്. പിന്നെ പെക്ടറൽ ഫിൻ എന്ന് പറയുമ്പോൾ ഗില്ലിന്റെ കവറിന്റെ അടുത്തായിട്ടിരിക്കുന്ന പെയർഡ് ആയിട്ട് അപ്പുറവും ഇരുവശവുമായിട്ടിരിക്കുന്ന ഫിന്നുകളാണ്. പിന്നെ പെയർഡ് ആയിട്ടുള്ള പെൽവിക് ഫിൻ പെൽവിസിന്റെ അടുത്തായിട്ട് കാണും, ഏനസിന്റെ അടുത്തായിട്ട് കാണും. അങ്ങനെയുള്ള ഫിന്നുകളുണ്ട്, പെൽവിക് ഫിൻ അല്ലെങ്കിൽ വെൻട്രൽ ഫിന്ന്. അപ്പൊ അങ്ങനെ പലതരം ഫിന്നുകളുണ്ട്. പിന്നെ ചില ഫിഷുകളുടെ കേസിൽ ഒരു അഡിപ്പോസ് ഫിൻ ഉണ്ട്. അഡിപ്പോസ് ഫിൻ എന്ന് പറയുമ്പോൾ ഡോർസൽ ഫിന്നിനും കോഡൽ ഫിന്നിനും ഇടയിലായിട്ട് കാണും ഒരു ചെറിയ ഒരു അഡിപ്പോസ് ഫിന്ന് കാണും. അങ്ങനെ പലതരം ഫിന്നുകളുണ്ട്. പിന്നെ ബോഡി കവറിങ് നിങ്ങൾക്കറിയാം, സ്കെയിൽസ് യൂസ് ചെയ്തിട്ടാണ് മിക്കവാറുമുള്ള ഫിഷുകളെ എല്ലാം കവർ ചെയ്തിരിക്കുന്നത്. അതേസമയം ചില ഫിഷുകളുടെ കേസിൽ ക്യാറ്റ് ഫിഷ് ഒക്കെ ആണെങ്കിൽ ചെറിയ ബോണി പ്ലേറ്റുകളായിരിക്കും ഉള്ളത്. പിന്നെ ബോക്സ് ഫിഷുകളൊക്കെ ആണെങ്കിൽ ഹാർഡ് ആയിട്ടുള്ള ബോണി ആർമർ ആയിരിക്കും ഉള്ളത്. അത് സ്പീഷീസ് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. സ്കെയിലുള്ള ഫിഷസുകൾ ധാരാളമാണ്, സ്കെയിൽ ഇല്ലാത്ത ഫിഷുകളും. പിന്നെ ബോഡി കളറിങ് നിങ്ങൾക്ക് അറിയാം, ഒരുപാട് സ്പോട്ടുകളോ സ്ട്രൈപ്പുകളോ അബ്സ്ട്രാക്ട് ഡിസൈനുകളോ അങ്ങനെ ഒരുപാട് കളറേഷൻ വേരി ചെയ്ത് വരാം. പിന്നെ ലാറ്ററൽ ലൈൻ നിങ്ങൾക്ക് അറിയാം, ഫിഷിന്റെ ഒരു വശത്തുമായിട്ട് സെൻസ് ഓർഗൻസ് ഉണ്ടാവും. അപ്പൊ അതും ഫിഷിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്. പിന്നെ ഗിൽസ് ആണ് ഓർഗൻസ് ഓഫ് റെസ്പിറേഷൻ, അത് നിങ്ങൾക്ക് അറിയാം. സാധാരണ
ഗില്ലിനെ കവർ ചെയ്തിട്ട് ഒരു ഓപ്പർക്കുലം ഉണ്ടാവും. നമ്മൾ ചെകിള എന്ന് പറയും. ഓപ്പർക്കുലം വെച്ചിട്ടാണ് ഗില്ലിനെ കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ഒക്കെ ട്രാൻസ്പോർട്ട് നടക്കുന്നത് അവിടെയാണ്. ഓക്കെ. പിന്നെ ഫിഷിന്റെ കേസിൽ പറയാനുള്ളത് സ്വിം ബ്ലാഡർ. അപ്പൊ സ്വിം ബ്ലാഡർ ഓർഗൻ ഓഫ് ബോയൻസി എന്നാണ് അറിയപ്പെടുന്നത്. വെള്ളത്തിൽ പൊങ്ങി കിടക്കാൻ സഹായിക്കുന്നത് ഈ എയർ ബ്ലാഡർ ആണ്, എയർ ഫിൽഡ് ബ്ലാഡർ ആണ്. അതിനെ നമ്മൾ സ്വിം ബ്ലാഡർ എന്ന് പറയും. അപ്പോൾ അതും ഫിഷിന്റെ ഇതുപോലെയുള്ള ഫ്രഷ് വാട്ടർ ഫിഷിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആയിട്ട് നമുക്ക് പറയാം. പിന്നെ ഇനി നമ്മൾ സിലബസിലോട്ട് വരികയാണെങ്കിൽ ഫ്രഷ് വാട്ടർ ഫിഷസ് 2 ടൈപ്പ് ഉണ്ട്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. എക്സോട്ടിക് സ്പീഷീസും ഇൻഡിജീനിയസ് സ്പീഷീസും. അതിന് ഒറിജിൻ അനുസരിച്ചാണ് അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ഫിഷുകൾ നമ്മൾ ഇൻഡിജീനിയസ് ഒന്നും പുറത്ത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ നമ്മൾ സ്പോറായിട്ടോ സ്പേമായിട്ടോ കുഞ്ഞുങ്ങളായിട്ടോ ഫിഷായിട്ടോ ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ നമ്മളതിനെ എക്സോട്ടിക് സ്പീഷീസ് എന്ന് പറയും. എക്സോട്ടിക് സ്പീഷീസ് നോൺ നേറ്റീവ്സ് ആണ്, ഇൻഡിജീനിയസ് സ്പീഷീസ് നേറ്റീവ്സ് ആണ്. ഒരു പെർട്ടിക്കുലർ റീജിയന്റെ അതിന്റെ നേറ്റീവ്സ് ആയിരിക്കും ഇൻഡിജീനിയസ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ. ഇനി നമ്മൾ നമ്മുടെ സിലബസിലോട്ട് വരെയാണ്. അപ്പൊ അതിൽ ഫ്രഷ് വാട്ടർ ഓർണമെന്റൽ ഫിഷസ് പറയാണ്. അപ്പൊ അതിൽ വളരെ കോമൺ ആയിട്ടുള്ള ഫ്രഷ് വാട്ടർ ഫിഷ് ഓർണമെന്റൽ ഫിഷസ് ആണ് നമുക്ക് സിലബസിലുള്ളത്. അപ്പൊ അതില് ഇൻഡിജീനിയസ് ഫിഷസും എക്സോട്ടിക് സ്പീഷീസും മെൻഷൻ ചെയ്യാൻ പറയുന്നുണ്ട്. കോമൺ ഓർണമെന്റൽ ഫിഷസിന്റെ ഐഡന്റിഫിക്കേഷനും ബയോളജിയാണ് നമുക്ക് പഠിക്കാൻ ഉള്ളത്. അപ്പൊ അതില് നമുക്ക് പഠിക്കാനുള്ളത് കോയി കാർപ്പ്, ബ്ലാക്ക് മോളി. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുള്ളതും വളർത്തിയിട്ടുള്ളതും ഒക്കെ ആവും. ഓർണമെന്റൽ പെറ്റ് ഷോപ്പിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഗപ്പിയുടെ 2 വെറൈറ്റി, റെഡ് സോട്ടെയിൽ, റെഡ് പ്ലാറ്റി, ഏഞ്ചൽ ഫിഷ്, റെഡ് ഒറാൻഡ, നമ്മുടെ ഗോൾഡ് ഫിഷിന്റെ വെറൈറ്റി വരുന്നതാണ്. സയാമീസ് ഫൈറ്റിംഗ് ഫിഷ്, പേൾ ഗൗരാമി. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള ഓർണമെന്റൽ ഫിഷസ്. പിന്നെ നമുക്ക് ലൈവ് ബെയറേഴ്സും എഗ് ലെയേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഓർണമെന്റൽ ഫിഷസിലെ സെക്ഷൽ ഡൈമോർഫിസം. ഇത്രയാണ് ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോ ഓർത്തിരിക്കുക. നമ്മള് ഫ്രഷ് വാട്ടർ ഓർണമെന്റൽ ഫിഷസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇൻഡിജീനസ് എക്സോട്ടിക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു. വ്യത്യാസമൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഇനി നമ്മള് പറയുന്നത് ഐഡന്റിഫിക്കേഷനും ബയോളജിയുമാണ്. അപ്പൊ ഇതില് ഓരോ എക്സാമ്പിളും നമ്മൾ പറയുമ്പോൾ അതിൽ എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം, ആ ഫിഷിന്റെ ബയോളജി എന്താണ്, ഇത്രയും മാത്രമേ ഉള്ളൂ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ സിപ്രിനസ് കാർപ്പിയോ ആണ്, കോയി കാർപ്പ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചെറിയ ഗാർഡൻ പോണ്ടുകളിലും അതുപോലെ തന്നെ ചില ടൂറിനൊക്കെ പോകുമ്പോൾ നമ്മുടെ വികാരാണ്യം അങ്ങനെയുള്ള പാർക്കുകളിലൊക്കെ ചെന്നാലും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സിപ്രിനസ് സ്കാർപ്പിയോടെ പല പല വെറൈറ്റീസിനെ ഗാർഡൻ പൂളിലൊക്കെ ഇട്ടിരിക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ. അപ്പൊ സിപ്രിനസ് സ്കാർപ്പിയോ ആണ്. ഇറ്റ്സ് കോമൺ നെയിം ഈസ് കോയി കാർപ്പ്. ഓക്കെ. കണ്ടോ? ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം. യൂഷ്വലി ഓറഞ്ച് വൈറ്റ് കോമ്പിനേഷൻ, ഓറഞ്ച് വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷനിലൊക്കെ ഡിസൈൻ ആയിട്ടാണ് കാണാൻ പറ്റുക. ഓക്കെ. അപ്പൊ സിപ്രിനസ് സ്കാർപ്പിയോ ഓർ കോയി കാർപ്പ് ലാർജ് ഗ്രൂപ്പ് ഓഫ് ഫിഷസ് ആണ്. അവർ സെൻട്രൽ യൂറോപ്പിലും ഏഷ്യയിലും ഒക്കെ ഉണ്ട്. കോയി എന്നുള്ള വാക്ക് ജാപ്പനീസ് വേർഡ് ആണ്. അതിന്റെ അർത്ഥം സിംപ്ലി കാർപ്പ് എന്നുള്ള മീനിങ് ആണ്. കാർപ്പ് എന്നുള്ള മീനിങ്ങിനാണ് ജാപ്പനീസ് ഭാഷയിൽ കൊയി എന്ന് പറയുക. അപ്പൊ കാർപ്പും കാർപ്പിനെ പോലെയുള്ള ഫിഷസുമാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കാർപ്സ് ആൻഡ് കാർപ്പ് ലൈക്ക് ഫിഷസ്. അപ്പൊ ഇതിനകത്ത് 2 സബ് സ്പീഷീസ് ആണുള്ളത്. വെസ്റ്റേൺ യൂറേഷ്യ എന്ന് പറയുന്ന ഒരു സബ് സ്പീഷീസും ഈസ്റ്റ് ഏഷ്യൻ സബ് സ്പീഷീസുമാണ്. വെസ്റ്റേൺ യൂറേഷ്യയിൽ പെടുന്നത് നമ്മൾ സിപ്രിനസ് കാർപ്പിയോ എന്നാണ് സയന്റിഫിക് നെയിം പറയുന്നത്. ഈസ്റ്റ് ഏഷ്യ ആണെങ്കിൽ സിപ്രിനസ് കാർപ്പിയോ ഹീമറ്റോടീറസ് ആണ് ആ ഗ്രൂപ്പിൽ പെട്ട ഫിഷിന്റെ സയന്റിഫിക് നെയിം. അപ്പൊ ഈ 2 സബ് സ്പീഷീസ് ഓർക്കുക. സിപ്രിനസ് കാർപ്പിയോയും സിപ്രിനസ് കാർപ്പിയോ ഹീമറ്റോടീറസും. ഓക്കെ. അപ്പൊ ഇത് ഈ കൊയ് കാർപ്പുകള് ജപ്പാനില് 2nd സെഞ്ചുറി മുതൽ പോപ്പുലർ ആണ്. ഒരുപാട് നമ്പർ ഓഫ് കളർ പാറ്റേൺസും ഒക്കെ കാണാം. അപ്പൊ നമ്മൾ ഈ സാധാരണ കാണുന്ന പോപ്പുലർ ആയിട്ടുള്ള റെഡ് ആൻഡ് വൈറ്റിനെ കൊഹാക്കു എന്നാണ് പറയാ. കൊഹാക്കു. ഓക്കെ. റെഡ് ആൻഡ് വൈറ്റ് ആണ് ഏറ്റവും പോപ്പുലർ. ഏറ്റവും കൂടുതൽ ആളുകൾ പർച്ചേസ് ചെയ്യുകയും വളർത്തുകയൊക്കെ ചെയ്യുന്നത് ഈ കൊഹാക്കുവിനെയാണ്. ഓക്കെ.
അപ്പൊ ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് കോഴിക്കാർപ്പുകളെ ആ ഡിസ്റ്റിങ് കളറേഷൻ ആണ്. കളറേഷനും അതിന്റെ പാറ്റേണിങ്ങും സ്കെയിലേഷനും ഒക്കെ കാണുമ്പോൾ നമുക്ക് കോഴിക്കാർപ്പാണെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. സാധാരണ വൈറ്റ് കളറ്, ബ്ലാക്ക് കളറ്, റെഡ്, യെല്ലോ, ബ്ലൂ, ക്രീം, അങ്ങനെ കുറേ കളേഴ്സിൽ അവൈലബിൾ ആണ്. സാധാരണ മിക്കവാറും ഏറ്റവും പോപ്പുലർ കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കാർപ്പില് ഗൊസാങ്കെ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഗൊസാങ്കെ എന്ന് പറയുന്ന കോഴിക്കാർപ്പിന്റെ ഗ്രൂപ്പില് ആ കാറ്റഗറിയില് ഖാക്കു, ഷോവ, സാൻഷോക്കു, തായ്ഷോ, സാൻഷോക്കു, ഇങ്ങനെ കുറെ ഗ്രൂപ്പുകൾ ഈ കാറ്റഗറിയിൽ പെടുന്നതാണ്. അതാണ് സാധാരണ ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള കോഴിക്കാർപ്പുകൾ. ജാപ്പനീസ് വാക്കുകളാണ് അതെല്ലാം. ഓക്കെ, അപ്പൊ ഇത് ഖാക്കു ആണ്. കണ്ടോ, വളരെ രസമായിട്ടുള്ള ഓറഞ്ചും വൈറ്റും കോമ്പിനേഷനുള്ള ആ പാറ്റേൺ ആണ് ഖാക്കു. പിന്നെ ഇത് ഷോവ സാൻഷോക്കു ആണ്. ആ കോമ്പിനേഷൻ കണ്ടോ, ബ്ലാക്കും റെഡും വൈറ്റും വരുന്ന കോമ്പിനേഷൻ, ആ ഒരു പാറ്റേൺ ആണ് ഷോവ സാൻഷോക്കു. ഇത് കണ്ടോ, കുറച്ചും കൂടെ അതിന്റെ ഒരു പാറ്റേണും എല്ലാം വ്യത്യാസമുണ്ട്. തൈഷോ സാൻഷോക്കു ആണ് കോഴിക്കാർപ്പിന്റെ ഗ്രൂപ്പില്. അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളിലാണ് ഈ പേരുകൾ പല പല ഡിഫറെന്റ് പേരുകളൊക്കെ കൊടുത്ത് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് പൊതുവെ ടൂത്ത്ലെസ് ഫിഷസ് ആണ്, പല്ലുകളൊന്നും ഇല്ല. ഹെർബിവോറസും അതുപോലെ തന്നെ ഓംനിവോറസുമായിട്ടുള്ള ഫീഡിങ് ഹാബിറ്റുള്ള ഫിഷുകളുണ്ട്. കഴിക്കും, ചിലർ മിക്സഡ് ഡയറ്റ് ആയിരിക്കും. ഭയങ്കര നല്ല ഹാർഡി ഫിഷസ് ആണ്, ആക്റ്റീവ് ഫിഷസ് ആണ്, പെട്ടെന്നൊന്നും ചത്തൊന്നും പോവില്ല. അതാണ് വെരി ഹാർഡി എന്ന് പറയാൻ കാര്യം. നമുക്ക് അക്വേറിയത്തിലൊക്കെ വളരെ ഈസി ആയിട്ട് കീപ്പ് ചെയ്യാം. പിന്നെ അതുപോലെ നമുക്ക് നല്ല ക്ലിയർ വാട്ടർ ആണ് ഇതിന് ആവശ്യം. ഒരുപാട് പ്ലെന്റി ഓഫ് ഓക്സിജനും ഇഷ്ടമാണ്. അങ്ങനെ ഈ രണ്ട് ക്രൈറ്റീരിയ ഓക്കെ ആണെങ്കിൽ അവർ ചത്തുപോകാതെ ഒത്തിരി നാള് ജീവിക്കും. ചില ഗ്രൂപ്പ് ഫിഷസ് ആണെങ്കിൽ സോളിറ്ററി ആയിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നതും ചിലത് ഗ്രൂപ്പായിട്ട് കഴിയാൻ ഇഷ്ടപ്പെടുന്നതുമുണ്ട്. ഇവര് സർഫസ് ഫീഡേഴ്സും ഇതിനകത്തുണ്ട്, ബോട്ടം ഫീഡേഴ്സും ഉണ്ട്. മുകളിൽ വന്ന് ആഹാരം എടുക്കുന്നതും താഴെ വന്ന് ആഹാരം എടുക്കുന്നവരും ഉണ്ട്. പിന്നെ മെയിൽസിന്റെ കേസിൽ സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സ് ഡിസ്പ്ലേ ചെയ്യുന്നത് ബ്രീഡിംഗ് സീസണിലാണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് മെയിലിനെയും ഫീമെയിലിനെയും തിരിച്ചറിയാൻ പറ്റും. മെയിലില് അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറേഷൻസ് എല്ലാം ഡെവലപ്പ് ചെയ്ത് വരും. അപ്പൊ അപ്പോഴും നമുക്ക് മെയിലിനെയും ഫീമെയിലിനെയും തിരിച്ചറിയാൻ ഈസിയാണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ കോഴിക്കാർപ്പിന്റെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയാണ്. ഏറ്റവും കാർപ്പിന്റെ കൂട്ടത്തില് ഏറ്റവും കളർ വേരിയന്റ് ഉള്ള നല്ല ഭംഗിയുള്ള ഫിഷുകളാണ് കോഴിക്കാർപ്പുകള്. രണ്ട് പ്രോമിനന്റ് ബാർബെൽസ് ഉണ്ട് മൗത്തിന്റെ കോർണേഴ്സിൽ. മൗത്തിന്റെ വശങ്ങളിലായിട്ട് രണ്ട് വലിയ മീശ ഉണ്ടാവും. സ്പോണിങ് ട്യൂബർക്കിൾസ് ഉണ്ടാവും. സ്പോണിങ് ട്യൂബർക്കിൾസ് എന്ന് പറയുമ്പോൾ കോഴിക്കാർപ്പിന്റെ ബോഡിയിൽ ചെറിയ മണൽത്തരികൾ ഇട്ട പോലെയുള്ള ചെറിയ ചെറിയ സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതാണ് സ്പോണിങ് ട്യൂബർക്കിൾസ്. പിന്നെ അതുപോലെ ഇതിന്റെ എഗ്ഗുകള് സാധാരണ ഇവരുടെ പേരൻസ് തന്നെ കഴിച്ചുകളെ, അങ്ങനെ ഒരു ഡ്രോബാക്ക് ഉണ്ട്. ഇപ്പൊ ബ്രീഡേഴ്സ് ഒക്കെ പലപ്പോഴും മുട്ടയിട്ട് കഴിഞ്ഞാൽ പേരൻസിനെ ആ ടാങ്കിൽ നിന്ന് മാറ്റും, ഇല്ലെങ്കിൽ ഈ പേരൻസ് ഈ മുട്ടയെല്ലാം തിന്നുകളയും. അപ്പൊ ഇതൊരു ഇവരുടെ ചിലതരം സ്പീഷീസിലെ പെട്ട ഫിഷുകളുടെ ഒരു പോരായ്മയാണത്. പേരൻസ് തന്നെ ഇതിന്റെ മുട്ടകൾ തിന്നു കളയുന്നത്. പിന്നെ സെക്ഷൽ മെച്യൂരിറ്റി എത്തുന്നത് ഒരു 2 to 4 years എടുക്കും. സാധാരണ നാച്ചുറൽ ഹാബിറ്ററ്റിലെല്ലാം അവർ സ്പോൺ ചെയ്യും. എഗ് ഇൻക്യുബേഷൻ പീരീഡ് 3 to 5 days ആണ്. 3 മുതൽ 5 ദിവസം വരെ കഴിഞ്ഞാലേ മുട്ടകൾ വിരിയുള്ളൂ. പിന്നെ സാധാരണ ഒരു 10 ദിവസം മുതൽ ഈ മീൻ കുഞ്ഞുങ്ങള്, അതായത് നമ്മൾ ഫ്രൈ എന്ന് പറയും, മീൻ കുഞ്ഞുങ്ങള് 10 ദിവസം മുതൽ ഫുഡ് കഴിക്കാൻ തുടങ്ങും. അപ്പൊ കുഞ്ഞ് ഫ്രൈസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് നമ്മളന്ന് പറഞ്ഞില്ലേ, ഇൻഫിസോറിയ മൈക്രോ ഓർഗാനിസംസിന്റെ ഒരു കൾച്ചറാണ് ഇൻഫ്യൂസോറിയ. അത് നമ്മളൊന്ന് പറഞ്ഞിരുന്നു. എന്താണ് ചെറിയൊരു എന്താണ് ഒരു പലതരം യൂഗ്ലീന, അങ്ങനെ പലതരം പാരമീസിയം, അങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ ഒരു മിക്സ് കൾച്ചർ, അതിനെയാണ് ഇൻഫ്യൂസോറിയ എന്ന് പറയുന്നത്. ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫുഡാണ്. ഓക്കെ, പിന്നെ എഗ് യോക്കും ഭയങ്കര ഇഷ്ടമാണ്, മുട്ടയുടെ മഞ്ഞക്കരുവും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതാണ് നമ്മുടെ കോഴിക്കാർപ്പിന്റെ കാര്യം പറയാനുള്ളത്. അടുത്തത് ബ്ലാക്ക് മോളിയാണ്. ബ്ലാക്ക് മോളി നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
ബ്ലാക്ക് മോളി അറിയാമോ? മിക്കവാറും ഉള്ള അക്വേറിയം കുറച്ചൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ അറിയാം. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഓക്കെ, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് സോറി. ഓക്കെ, ബ്ലാക്ക് മോളി വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഫിഷ് ആണ്. അക്വേറിയം കീപ്പേഴ്സിന് വലിയ ഇഷ്ടമുള്ള ഫിഷ് ആണ്. മോളിയൻസിയ സ്പിനോപ്സ് എന്നാണ് പേര്. ഇത് ബ്ലാക്ക് മോളി ലയർ ടെയിൽ ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഒരു ചെറിയൊരു വേരിയേഷൻ ഉണ്ട്, കൂടെ ബ്യൂട്ടിഫുൾ ആണ്. മോളിയൻസിയ സ്പിനോപ്സ് എക്സോട്ടിക് ഫിഷ് ആണ്, വേറെ നാട്ടിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. പൊയ്സിലിഡിയെ ഫാമിലി പെട്ടതാണ്, നമ്മുടെ ഗപ്പിയുടെ ഒക്കെ ഫാമിലി പെട്ടതാണ്. നമ്മുടെ സെൻട്രൽ അമേരിക്കൻ റിവർ ഡെൽറ്റാസിലേക്ക് നേറ്റീവ് ആണ്. അപ്പൊ അത് അക്വേറിസ്റ്റുകൾ ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ലോകമെമ്പാടും പ്രചരിച്ച ഫിഷാണ്. ബിഗിനേഴ്സിന് വളർത്താൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫിഷാണ്. കാര്യം വളരെ ഈസിയാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യാനെല്ലാം. പിന്നെ എക്സ്പെരിമെന്റ് ബ്ലാക്ക് മോളി ആണ് പോപ്പുലർ ആയിട്ടുള്ളത്. പക്ഷെ അത് എക്സ്പെരിമെന്റലി ആളുകൾ ബ്രീഡ് ചെയ്യിച്ച് ഒരുപാട് ഡിഫറെന്റ് കളർ കോമ്പിനേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും എന്താണ് കംപ്ലീറ്റ് ബ്ലാക്ക് ആണ് ഇതിന്റെ ബോഡി. കണ്ണിന്റെ മാർജിൻസ് മാത്രം കളറേഷൻ വ്യത്യാസം ഉണ്ടായിരിക്കും, വൈറ്റ് കളർ ആയിട്ടിരിക്കും. ബാക്കി ഫുൾ ബോഡി മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ബ്ലാക്ക് ആയിരിക്കും. അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, പിന്നെ അതുപോലെ ഈ ബ്ലാക്ക് ലെയർ ടെയിൽ മോളിക്കാണെങ്കിൽ ഈ ഒരു പേര് ബ്ലാക്ക് ലെയർ ടെയിൽ എന്ന് പറയാൻ കാര്യം ഇതിന്റെ ടെയിൽ ഫിന്ന് നല്ല എക്സ്പാൻഡഡ് ആയിട്ടിരിക്കും സാധാരണ മോളിയെക്കാട്ടി. ടെയിൽ ഫിന്ന് എക്സ്പാൻഡഡ് ആയിട്ടിരിക്കും, നല്ല വിഷറി പോലെ ഇരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ആ പേര് വന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഇത് അടുത്ത ഫിഷാണ് പൊയ്സിലിയ റെറ്റിക്കുലേറ്റ. നമ്മുടെ ഗപ്പിയാണ് പൊയ്സിലിയ റെറ്റിക്കുലേറ്റ. പിന്നെ അതുപോലെ അയ്യോ എന്താ ഓക്കെ, സ്ലൈഡ് എവിടെ പോയെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ മോളിയുടെ കഥ തന്നെ നമുക്ക് പറയാം. പൊയ്സിലിയ റെറ്റിക്കുലേറ്റ അടുത്ത ഫിഷാണ്. അതിന്റെ ഇടയ്ക്കുള്ള സ്ലൈഡ് എങ്ങനെയൊക്കെ പോയി. അപ്പോ നമ്മുടെ ഈ ലയർടെയിൽ മോളി ശരിക്കും പറഞ്ഞാൽ 1960s ചൈനയിലാണ് ഇതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നത് അവര്, അക്വേറിയം ഫിഷുകൾ എന്ന നിലയില്. സാധാരണ ഒരു സ്ലൈറ്റ് ആൽക്കലൈൻ വാട്ടർ ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. 7.4 മുതൽ 7.8 വരെയുള്ള pH ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. സാധാരണ നമ്മൾ നേരത്തെ പറഞ്ഞു ഓംനിവോറസോ അതല്ലെങ്കിൽ ഒമ്നിവോറസ് എന്ന് പറയുമ്പോൾ മിക്സഡ് ഡയറ്റ് കഴിക്കുന്നവരാണ്. അതുപോലെ തന്നെ അവര് ഷോൾ ആയിട്ട് ഷോൾ മീൻസ് കൂട്ടമായിട്ട് ജീവിക്കുന്നതാണ്. അപ്പൊ കുറെ മോളികളെ ഒരുമിച്ചിട്ട് അവർ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നത് കാണാൻ നല്ല കാഴ്ചയാണ്. അപ്പോ സാധാരണ നമ്മൾ നേരത്തെ പറഞ്ഞു മെയിലും ഫീമെയിലും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഫുള്ള് രണ്ടുപേരും ബ്ലാക്ക് ആണ്. മെയിൽ ഫിഷിന് ഫീമെയിൽ ഫിഷ് കുറച്ചും കൂടെ ഒന്ന് റൗണ്ടഡ് ആയിട്ടിരിക്കും, അതേ ഉള്ളൂ വ്യത്യാസം. പിന്നെ വളരെ ഈസിയാണ് അക്വേറിയം ടാങ്കിൽ അക്ലിമറ്റൈസ് ചെയ്യാനും. അതുകൊണ്ടാണ് ആ പുതിയ അക്വേറിയം കീപ്പേഴ്സിനൊക്കെ വളർത്താൻ പറ്റിയ ഫിഷാന്ന് പറഞ്ഞു. പിന്നെ മോളിക്ക് സാധാരണ സ്ലൈറ്റ്ലി ബ്ലാക്കിഷ് വാട്ടർ ആണ് ഇഷ്ടം. ഒരു ഇച്ചിരി ഉപ്പ് രസമൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടമാണ്. അക്വേറിയം സോൾട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കൊടുത്താല് മോളി ഫിഷുകൾ ഹാപ്പി ആയിട്ടിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞു pH 7.4 to 7.8 ആണ്. സാധാരണ ലൈവ് ബെയറിംഗ് ആണ് ഫിഷ്, കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന മീനാണ്. ബ്രീഡിങ്ങിന് വേണ്ടി സാധാരണ ലാർജ് ടാങ്കുകളാണ് ഏറ്റവും നല്ലത്. ലാർജ് ടാങ്കുകള് ബ്രീഡ് ചെയ്യിക്കാൻ വേണ്ടി ഇടാം അതിനെ നമുക്ക്. അതിന്റെ സെക്സ് റേഷ്യോ 1 male is to 5 females. ആ ഒരു റേഷ്യോയിൽ വേണം മീനെ ഇടാൻ. നമ്മൾ ഒരു ഫീമെയിലിനെ ഇട്ടാൽ ഒരു ഫീമെയിലിനെ ഇട്ടാൽ 5 ഫീമെയിലിനെ അതിനകത്ത് ഇടാം. അതേപോലെ 2 മെയിലിനെ ഇട്ടാൽ 10 ഫീമെയിലിനെ ഇടാം. അതാണ് ആ റേഷ്യോ. പ്രൊലിഫിക് ബ്രീഡർ ആണ്, ഒരുപാട് കുഞ്ഞുങ്ങളെ പ്രസവിക്കും. ഒരു 3 മാസം കൂടുമ്പം ബ്രീഡ് ചെയ്യും. പിന്നെ ആ ബ്രീഡിംഗ് ടാങ്കിൽ 1 ടീസ്പൂൺ ഒരു സോഡിയം ക്ലോറൈഡ് ഉപ്പ് ഇട്ടാൽ നല്ലതാണ്.
പിന്നെ യങ് വൺസ് സാധാരണ ഗ്രീൻ വാട്ടർ ആണ് കഴിക്കാൻ ഇഷ്ടം. ഗ്രീൻ വാട്ടർ എന്ന് പറയുന്ന ആൽഗെ കൾച്ചറുള്ള വെള്ളത്തിനെയാണ് നമ്മൾ ഗ്രീൻ വാട്ടർ എന്ന് പറയുന്നത്. അതിഷ്ടമാണ്. പിന്നെ സ്റ്റാർട്ടർ ഫീഡുകളൊക്കെ അതിന് കൊടുക്കാം. ആർട്ടിഫിഷ്യൽ ഫീഡ് കൊടുത്താലും എല്ലാം കഴിച്ചോളും. പിന്നെ നല്ല ഫൈനായിട്ടുള്ള ലൈവ് ഫുഡ്, ജീവനുള്ള ഫുഡുകളുണ്ടല്ലോ, അപ്പൊ അങ്ങനെയുള്ളത് കൊടുത്താലും നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കും. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ മോളി ഫിഷ്. അടുത്തത് നമ്മുടെ പൊയ്സിലിയ റെട്ടിക്കുലേറ്റ ആണ്. പൊയ്സിലിയ റെട്ടിക്കുലേറ്റ ഗപ്പിയാണ്. ഗപ്പി സൗത്ത് അമേരിക്കയിലെയും അതുപോലെ തന്നെ സെൻട്രൽ അമേരിക്കയിലെയും നേറ്റീവ് ആണ്. സാധാരണ ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള അക്വേറിയം ഫിഷ് ഏതാന്ന് ചോദിച്ചാൽ ഗപ്പിയാണ്. കാര്യം അത് ഒരുപാട് ഡിഫറെന്റ് കളർ ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. പൊയ്സിലിയ ഫാമിലിയിലെ ഒരു സ്മോൾ മെമ്പർ ആണ്. പിന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. അപ്പൊ സെക്സിങ് എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. കാരണം ഫീമെയിൽ ഗപ്പീസ് എന്ന് പറയുന്നത് സാധാരണ ഒലീവ് ഗ്രീൻ കളറും സിൽവർ ബെല്ലിയും ഉള്ളതായിരിക്കും. വയറുഭാഗം സിൽവർ കളറും ഒരു ഒരു ഒലീവ് ഗ്രീൻ ഇരുണ്ട പച്ച നിറമായിരിക്കും അതിന്റെ ശരീരം ഫീമെയിൽസിന്റെ. അതേസമയം മെയിൽ ആണെങ്കിൽ നല്ല കളർഫുൾ ആയിരിക്കും, സൈസ് ചെറുതായിരിക്കും. ഓക്കെ, അപ്പൊ ഫീമെയിൽസ് സൈസ് വലുതായിരിക്കും, ഒരു ഹെലികോപ്റ്റർ പോലെയൊക്കെ ആയിരിക്കും. ഈ കാണിച്ചിരിക്കുന്നത് മെയിൽ ഫിഷ് ആണ്. ഫീമെയില് നേരെ തിരിച്ചാണ്, ഡബിൾ സൈസ് ഉണ്ടായിരിക്കും. കളറേഷൻ ഡൾ കളറേഷൻ ആണ്, ഒലീവ് ഗ്രീനും കളറേഷൻ ആണ്. പിന്നെ മെയിൽസ് നല്ല ബ്രില്യന്റ് കളേർഡ് ആണെന്ന് പറഞ്ഞു. എസ്പെഷ്യലി അതിന്റെ ടെയില് നല്ല ബ്രില്യന്റ് ആണ്. പലപ്പോഴും അത് റെയിൻബോ കളർ സ്പോട്ടുകളൊക്കെ കാണും. നല്ല മഴവില്ലിന്റെ പോലെ ഉള്ള ഡിസൈനുള്ള സ്പോട്ടുകളെല്ലാം അതിനകത്ത് കാണും. പിന്നെ മെയിലിന്റെ കേസിൽ ടെയിൽ നല്ല ഡോർസൽ ഫിൻ നല്ല എക്സ്റ്റെൻഡഡ് ആണ്. അതുപോലെ തന്നെ ഗോണോപോഡിയം പ്രസന്റ് ആണ്. മെയിലിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്, ഓർത്തിരിക്കുക. അത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കും. സെക്ഷൽ ഡൈമോർഫിസത്തിലും പഠിക്കാനുണ്ട്. മെയിലിന്റെ കേസിൽ, ഗപ്പീസിന്റെ കേസിൽ ഡോർസൽ ഫിൻ എക്സ്റ്റെൻഡഡ് ആണ്, ടെയിൽ ഫിൻസും എക്സ്റ്റെൻഡഡ് ആണ്, ഗോണോപോഡിയും പ്രസന്റ് ആണ്. അതേസമയം ഗപ്പീസിന്റെ ഒരുപാട് ഡിഫറെന്റ് ടെയിൽ പാറ്റേണുകളുണ്ട്. നല്ല നീണ്ടു കിടക്കുന്ന സാരിവാലൻ എന്നൊക്കെ പറയുന്ന ഗപ്പികളുണ്ട്. സെലക്റ്റീവ് ബ്രീഡിംഗ് വഴിയൊക്കെ ആളുകൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ്. പിന്നെ ഈ ഫിഷിന് കുറച്ചൊരു സലൈൻ വാട്ടർ ആണ് ഇഷ്ടം, കുറച്ച് ഉപ്പുള്ള വെള്ളമാണ് ഇതിനും ഇഷ്ടം. pH 7 to 8 ഇടയ്ക്കാണ് ഇഷ്ടം. പിന്നെ അതുപോലെ തന്നെ പ്രിഫർ ചെയ്യുന്ന ടെമ്പറേച്ചർ 24 ഡിഗ്രി സെൽഷ്യസ്. ഇത് ഓംനിവോറസ് ആയിട്ടുള്ള ഫിഷ് ആണ്. മിക്സഡ് ഡയറ്റ് എല്ലാം കഴിക്കും. ആർട്ടിഫിഷ്യൽ ഫുഡും വളരെ സന്തോഷമായിട്ട് കഴിക്കും. പിന്നെ ഗപ്പീസ് വളരെ ആക്റ്റീവ് ആണ്. അവർ പ്രൊലിഫിക് ബ്രീഡേഴ്സ് ആണ്. വളരെ പെട്ടെന്ന് ബ്രീഡ് ചെയ്യും. ഗോണോപോഡിയം യൂസ് ചെയ്തിട്ടാണ് മെയില് കോപ്പുലേറ്റ് ചെയ്യുക. ഫീമെയിൽസ് വിവിപാരസ് ആണ്, കുഞ്ഞുങ്ങളെ പ്രസവിക്കും. ഫീമെയിൽസിന്റെ കേസിൽ ഒരു മെച്യൂരിറ്റി എത്തിക്കഴിയുമ്പോൾ അവരുടെ ബോഡിയിൽ ഒരു പിബോട്ടി സ്പോട്ട് ഡെവലപ്പ് ചെയ്യും. അപ്പൊ ആ സ്പോട്ട് പതിയെ പതിയെ വലുതാവും. ഗ്രേവിഡ് മെച്യൂർ മെയിലുകളൊക്കെ ആണെങ്കിൽ ഈ പിബോട്ടി സ്പോട്ട് വലുതായിരിക്കും. അപ്പൊ ആ പിബോട്ടി സ്പോട്ട് വഴി കുഞ്ഞിന്റെ കണ്ണെല്ലാം വിസിബിൾ ആയിരിക്കും. അപ്പൊ കുഞ്ഞുങ്ങൾ ഓൾറെഡി വയറിനുള്ളിൽ ഡെവലപ്പ് ചെയ്യും. അതിനുശേഷം ഈ പിബോട്ടി സ്പോട്ട് വഴി ഈ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരും. പിന്നെ നമ്മള് പലപ്പോഴും ആ കുഞ്ഞ് മീനിന്റെ കൂടെ തന്നെ ഒരു കുഞ്ഞ് യോഗ് സാക്കും കൂടെ ഉണ്ടായിരിക്കും. കാര്യം ജനിച്ചു കഴിഞ്ഞാലും ഈ ന്യൂട്രീഷൻ യോഗ് സാക്കിന്റെ ഉള്ളിലെ ന്യൂട്രീഷൻ സ്വീകരിച്ച് അതിന് വളരാൻ പറ്റും. അപ്പോ പിന്നെ പതിയെ തന്നെ അവരെന്ത് ചെയ്യും, ഈ ഫുഡ് ആദ്യം ഒന്ന് യോഗ് സാക്കിന് വലിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അത് തീർന്നു കഴിയുമ്പോൾ അവര് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ കൊടുക്കുന്ന ഫുഡെല്ലാം കഴിക്കും. സാധാരണ ബോയിൽഡ് എഗ് യോക്ക്, മഞ്ഞക്കരു പുഴുങ്ങിയത് ഇഷ്ടമാണ്. പിന്നെ ഡാഫ്നിയ ലൈവ് ഫീഡ് ഉണ്ട്, അത് കൊടുക്കാം. ഡ്രൈഡ് ഡാഫ്നിയ കൊടുക്കാം. അങ്ങനെയുള്ള ഫുഡെല്ലാം കഴിക്കും. നമ്മുടെ മീൻസ് നാച്ചുറൽ ഫുഡും ആർട്ടിഫിഷ്യൽ ഫുഡും അവർ കഴിച്ചോളും. പിന്നെ മെയില് ഫീമെയിൽസിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിന് അങ്ങ് സെപ്പറേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. കാര്യം പലപ്പോഴും ഫീമെയിൽസ് ബ്രീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ച് തിന്നുകളെ. പിന്നെ ഇവർ ബ്രീഡ് ചെയ്യുന്ന ഒരു ഇന്റർവെല് 4 മുതൽ 6 ആഴ്ചകൾക്കുള്ളിൽ വീണ്ടും ഫീമെയിൽസ്. അതുകൊണ്ടാണ് അവർ പ്രൊലിഫിക് ബ്രീഡേഴ്സിന്റെ കൂട്ടത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. പെട്ടെന്ന് ബ്രീഡ് ചെയ്ത് കുറെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കും. ഹാർഡി ഫിഷസ് ആണ്. നല്ല സർവൈവ് ചെയ്യാനൊക്കെ ഒരു പ്രോബ്ലം ഇല്ല. പുവർലി ഓക്സിജനേറ്റഡ് വാട്ടറിലാണെങ്കിൽ അവർ സർവൈവ് ചെയ്യും. കുറേ ചെടികളും ഒക്കെ ചേർന്ന് അക്വാട്ടിക് പ്ലാന്റ്സ് എല്ലാം
നിറഞ്ഞു കിടക്കുന്ന ഒരു അക്വേറിയമോ അല്ലെങ്കിൽ ഒരു പുറത്തുള്ള ഒരു പോണ്ടാണെങ്കിൽ കൂടിയും അവര് സുഖമായിട്ട് ജീവിക്കും. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ പൊയ്സെലിയ റെട്ടിക്കുലേറ്റ ഗപ്പി. അപ്പോ നമുക്കിനി അടുത്ത നോക്കാം. ഒരു സെക്കൻഡ്, ഞാൻ എൻ്റെ വേറൊരു സ്ലൈഡ് ഉണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ.